അവിടെ കണ്ട ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ നിന്റെ ഒരേ ഒരു അമ്മാവൻ തന്നെ. ഇവിടെ വേറെ ഇന്ത്യയിൽ എത്രയോ നല്ല സ്ഥലങ്ങൾ കിടക്കാം ടൂറിന് പോവാൻ. നീ എന്തിനാണ് ഈ കാട്ടിനകത്തോട്ട് വിളിച്ചോണ്ട് വന്നത്? മാമ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയ ശേഷം ഇവിടെയാണ് മാമ ഹിറ്റ്. അത് മാത്രമല്ല എന്റെ മോക്ക് ഇവിടെ പറഞ്ഞതിൽ ഇഷ്ടം. ഇവിടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴും ഭാര്യ വേണ്ടതേ കേൾക്കുള്ളൂ. അത്രേ ഉള്ളൂ. അവ പറഞ്ഞാൽ ഞാൻ മരിക്കും. മരിക്കും. നീ എന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ തന്നെ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടായിരുന്നു. ഞാനെന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? ഇതല്ലേ ഇപ്പൊ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞില്ല അവര് വന്നത്. അവരുടെ കൂടെ ഞങ്ങളും വന്നു. നല്ലൊരു കാര്യത്തിന് വന്നല്ലേ, എന്തിനാ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കി? ടൂറിന് വന്നതെന്ന് വേറെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെ വിളിച്ചോണ്ട് വരണോ? ഞാൻ പറഞ്ഞ കേട്ടാ, എന്നെ കണ്ടു തൊട്ട് പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. എങ്ങനെ ഭ്രാന്ത്? ഞാൻ ചോദിച്ചോട്ടെ, ഈ പെണ്ണാണം പോണത് ഭ്രാന്താണ്? കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹമില്ല. അതൊക്കെ എന്തിനാ ഭ്രാന്ത്? പെണ്ണാണം പോയത് ഇവൻ പറയണ ഭ്രാന്താണെന്ന്. എനിക്ക് എന്തോന്ന് അവിടെ ഈ പറയുന്നത്? ഇത് പെണ്ണ് കാണാൻ പോകുന്ന അത്ര വലിയ ഭ്രാന്താണോ? പുള്ളി പെണ്ണ് കാണാൻ ആരെ കൂടെ കൊണ്ടുപോയെന്നറിയാം. ആരെ കൊണ്ടുപോയത്? പുള്ളിയുടെ പെണ്ണും പിള്ളേം മക്കളെ. അപ്പൊ പിന്നെ ഭ്രാന്തെന്ന് പറയണ്ടേ? ഇത് ഭ്രാന്തല്ല, ഇത് മുതുവട്ടം എന്ന് പറയുന്നത്. അതെ, ബന്ധുക്കളും കൂടി കൊണ്ട് ചെന്നാലേ പെണ്ണേരുള്ളെന്ന് പറയാം. അതുകൊണ്ടാണ് എന്റെ പൊന്നു മാമ, ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് ഇതൊക്കെയല്ലേ. നമ്മളെ പോലുള്ള പ്രായമുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാശിയിലോ രാമേശ്വരത്തോ എവിടൊക്കെ തീർത്ഥാടനത്തിന് വേണം നമ്മൾ പോകാൻ. നാളെ ഫ്രീ ആണോ? നാളെ എനിക്ക് അവധിയാ. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോടാ. ഇവിടെ വയസ്സാകാലത്തൊന്ന് അടിച്ചു വിളിക്കാൻ വേണ്ടിയാണ് പിള്ളേരുടെ കൂടെ വന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ നടക്കൂ? പിന്നെ ഒന്നതാണെങ്കിൽ വയസ്സായി, കാലൊക്കെ ഭയങ്കര, മുട്ടൊക്കെ ഭയങ്കര കഴപ്പട പ്രായത്തിന്റെ. അതെ, ഇവിടെ ഈ മറ്റേ ഈ ഗുഹയുടെ പുറകിൽ എവിടെയെങ്കിലേ പെണ്ണുങ്ങൾ കൂടിക്കുന്ന സ്ഥലം വല്ല ഉണ്ടാ? കുട്ടിന് ഭയങ്കര കഴപ്പല്ലയോ? വയസ്സാകാലത്ത് ഒരു ഗിരിയിരിപ്പ്, ചെറിയൊരു കയറ്റം കയറണം. അയ്യോ കാര്യം വയ്യ. കയറ്റം കയറി അവിടെ ചെന്നുമ്പോഴത്തേനും ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടത്തിൽ അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട്. എവിടെ ആണെന്നുണ്ടെങ്കിൽ ഭീഷായിട്ട് കാണാം. അവിടെ എവിടെ? ഏത് ഭാഗത്ത്? ആ ഭാഗത്തോട്ട് പോക്കും. അവിടെയാ? ആ ഭാഗത്തോട്ട്. അവിടെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കും. അപ്പുറത്തപ്പുറത്ത് അടിച്ചു പൊളിക്കും. ഞാനും കൂടെ പോയിട്ട് വരാം. വേണ്ട ചേട്ടാ, ഇങ്ങോട്ട് റൂമിലോട്ടോ? ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം. എന്താ തണുപ്പല്ലേ? ഇന്നെങ്കിലും ഞാനൊന്ന് തൊട്ടോട്ടെ. എന്റെ പൊന്നേ, എന്റെ പൊന്നോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്ത് തൊടാൻ നിക്കരുതെന്ന്. കൈ കയറി പിടിക്കണ അതെന്റെ കെട്ടിയോനാണ്. സോറി. എന്തിന് സോറി? എന്നും ഇവളെന്നെ തല്ലുന്നു, ഇന്ന് ആളെ വിട്ട് തല്ലിച്ചു. അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം. പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയാമോ, 5 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അവളുടെ ദേഹത്തിന്റെ തുടിച്ചിട്ടില്ല. അതെന്നാ പരിപാടി എന്റെ പൊന്നുമോളെ നീ കാണിക്കുന്നത്? അത് ചേട്ടാ വേറൊന്നുമല്ല, ഞങ്ങള് കൂട്ടുകാരികൾ ചേർന്നിട്ട് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടാ, ഞങ്ങൾ അന്ന് എടുത്തേക്കണ തീരുമാനം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 6 വർഷം കഴിഞ്ഞിട്ട് മക്കള് മതിയെന്ന്. എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള രമണി 3 പ്രസവിച്ചില്ലേ? അത് പിന്നെ അവള് ഇത് ഇന്നിപ്പോ തന്നെ അറിഞ്ഞപ്പോ തന്നെ ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയി. അതൊക്കെ വിവരമുണ്ട്. ഇതിന്റെ അഡ്മിൻ എന്റെ കയ്യിൽ കിട്ടിയർത്തി കിട്ടില്ല. അഡ്മിൻ ഞാനാണ്. എന്താണ് ഈ കിട്ടണില്ലല്ല, എന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ നീ ഇവിടെ നിന്ന് കറങ്ങാതെ ആ കെണാഗുഹ എന്ന് പോയി കാണാവൂ. അത് കെണാഗുഹയല്ല, പിന്നെ ഗുണാഗുഹ. അത് ഗുണാഗുഹ. അവിടെ നിന്നെ പോലുള്ള കണകൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് കെണാഗുഹയാവും. അവിടെ പോയി കാണാവോ ദൈവത്തെ ഓർത്തു? ആണല്ലേ? കെണയായിട്ട് നടക്കുന്നു. എടാ അനൂപേ, നിന്റെയൊക്കെ ജീവിതം കാണുമ്പോ കൊതി വരെയടാ, കൊതി. നടക്കണേ. ஒரு காதல் கடிதம் விழி போடும், உன்னை காணும் சபலம் வரக்கூடும். நீ பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்குள் தைக்கின்ற முள்ளாகும். கண்ணே என் கண்பட்ட காயம் கை வைக்கத்தானாகாரும். முன்னாலும் பின்னாலும் தள்ளாடும் ஓசை கல கல கலவென கவிதைகள் படிக்குது, குடு குடு தென்றல் காற்றும் வீசுது. மனிதனது கொண்டிருக்க இது மனித காதல் அல்ல. അതിനെക്കാളും പുണിതമാണത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഷാർജ കുടിച്ചോണ്ട് ചേട്ടൻ ഈ ഡയലോഗ് പറയാൻ പറ്റൂല. എന്ത് പറയൂടി നിന്നെ സ്നേഹിക്കാൻ വേണ്ടി? ഇത് മാത്രമല്ല, ഇവിടെ ഐസ്ക്രീം വേണോ? വേണ്ട. ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. ചായ വേണോ? വേണ്ട. പിന്നെ പാൽപായസം വേണോ? വേണ്ട ചേട്ടാ. എനിക്ക് എന്തെങ്കിലും നിനക്ക് മേടിച്ച് തരണം. ഈ ഗുഹ ചേർട്ടാ. വേണ്ട. അല്ല, മോക്ക് എന്തോ ഒരു കുറവുണ്ട്. ഇപ്പൊ നമ്മൾ താമസിക്കുന്നില്ലേ വീട്? അത് തീരെ ചെറുതല്ലേ മോളെ?
മക്കൾക്ക് വലിയൊരു വീട് ഞാൻ വാങ്ങിച്ചു തരാം. ആണോ? ഞാൻ വെച്ച് തരും. ഭയങ്കര വലിയൊരു ഒരു പൊണ്ണം വീട്, വലിയ വീട്. അപ്പൊ നമുക്ക് കാർ വാങ്ങോ? കാറ് 2 വാങ്ങിച്ചു തരും. വലിയ ഫ്രിഡ്ജ് വാങ്ങോ? ഫ്രിഡ്ജും വാങ്ങിക്കും. വാഷിംഗ് മെഷീൻ വാങ്ങോ? എല്ലാം വാങ്ങിച്ചു തരും. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം വാങ്ങിക്കൂല. എന്താ? ക്ലോക്ക്. അതെന്താ? അല്ല മക്കളെ നോക്കിയിരിക്കുമ്പോ സമയം പോണ അറിഞ്ഞൂടല്ലേ, പിന്നെ എന്തിനു ക്ലോക്ക്? ശ്ശോ. എന്റെ ദൈവമേ, നീ എനിക്കൊരു 2 കണ്ണും കൂടെ ബാക്കിൽ തരാത്തത് എന്തിനായിട്ടാ? മക്കളിങ്ങനെ ഷോ നടിച്ചപ്പോ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 2 കണ്ണുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഒരു ഉമ്മ. ഒരു ഉമ്മ താ. ഉമ്മ പിന്നെ ഉമ്മ. സോറി കളിയാ. എന്തിന് സോറി? അറിയാതെയാണെങ്കിലും നീയെങ്കിലും എനിക്കത് തന്നല്ല. ഞാൻ ഒരെണ്ണം തിരിച്ചു വൃത്തികേടുകൊണ്ടല്ലോ. എന്റെ അവസ്ഥ നിനക്കറിയാല്ല. നിനക്കറിയാമോ? ദോണ്ട ഈ മുടിയില്ലേ, നീ ഇവിടെ വളഞ്ഞു കിടക്കുമ്പോ കെട്ടിയതാണ് അവള. ഇപ്പൊ ഈ മുടി ഇത്രയും, ഇനി ഇത്രയും കൂടി എത്തിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന കുട്ടികൾ പൊട്ടക്കുട്ടികളാവൂല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് അവളെ അഹങ്കാരമാണ്. പെണ്ണുങ്ങളെ എത്ര അഹങ്കാരം. അതായത് കണ്ട, എന്റെ മോള് ദൈവം തന്നെയാണ്. എന്റെ മഹാലക്ഷ്മിയാണ്. അറിയാല്ല. ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊരു ടേസ്റ്റ് ഒന്നറിയാം. ഇവിടെ ചായ ഉണ്ടാക്കും, എടുക്കാണ്. ഇതൊക്കെ കൊണ്ട് ഇവിടെ ചില നേരം പാൽപ്പായസം ഉണ്ടാക്കും. ചേട്ടാ, ഒരു ജ്യൂസ് വാങ്ങട്ടെ? അയ്യോ, ജ്യൂസ് വാങ്ങിച്ചോ, പക്ഷെ അതിൽ മധുരോടല്ലേ. അത് നിനക്ക് ഷുഗർ ഉണ്ടോ? അതല്ലെന്ന്. എന്റെ മോള് എന്ത് തന്നാലും ചേട്ടാ, ജ്യൂസ് വാങ്ങട്ടെ? ജ്യൂസ് വാങ്ങിച്ചിട്ട് പാടി കള്ളി വാങ്ങിച്ചിട്ട് ജ്യൂസ്. പഞ്ചസാര വേണ്ടേ? പഞ്ചസാര വേണ്ടേ? ജ്യൂസ് എന്താണിത്? അവിടെ ഉണ്ടാക്കി തന്നെ ജ്യൂസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കഷായം വീട്ടിലെ പട്ടിക്ക് ചോറ് കൊടുത്തത് പടങ്ങിപ്പോയി. അതെ. അയ്യോ, അവിടെ കിടന്ന് പുഴുക്കായിരുന്നു. അഭിനയിക്കാൻ പറഞ്ഞ പാടെ. ഞാൻ നീ പറയണ കേട്ട് കഴിഞ്ഞപ്പോ നല്ല രസമുള്ളതാണെന്ന്. ഭയങ്കര ഇതിന് ഇപ്പൊ കൊണ്ടുവരും. നീ അങ്ങ് കൂടി പറഞ്ഞോണ്ടിരിക്കണല്ലോ. നിന്റെ ഫോണില് എന്നെ വിളിക്കണ സ്മിത വിളിച്ചാ. നേരത്തെ ഒരു ക്ലൂ എന്ന് പറഞ്ഞിട്ട് ഒച്ച കേട്ടായിരുന്നു. അപ്പൊ അത് നിനക്കുള്ളായിരിക്കുള്ളൂ. ആയിരിക്കും. അല്ല, ഞാൻ അറിയാൻ മേലായിട്ടൊരു കാര്യം ചോദിക്കാം. പറയാ. എടാ, നിനക്ക് സ്വന്തമായിട്ടൊരു ഫോണില്ലേ? പിന്നെ നീ എന്റെ ഫോൺ എടുത്തിട്ട് വല്ല പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യണത് എന്തിനാ? അതാണ് ട്രിക്ക്. എന്താ ട്രിക്ക്? എടാ, എന്റെ ഫോൺ ഫുൾ ലോക്ക് മാറ്റി വൈഫിന്റെ കൈ കൊടുക്കും. അവിടെ നോക്കുമ്പോ ഞാൻ ആരോടും ചാറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഡീസന്റ്. ട്രിക്ക്. അതാണ് ട്രിക്ക്. നീ നിന്റെ വൈഫായിട്ട് ക്ലാഷ് ആണല്ലോ. ആണല്ലോ. അവൾ ഒരിക്കലും നിന്റെ ഫോൺ എടുത്ത് നോക്കില്ല. ജന്മത്ത് നോക്കൂല. പശുവിന്റെ കടിയും മാറും. ഓത്തിന്റെ ഓത്തല്ലടാ. ഉമ്മ ചോദിക്കുന്ന മുട്ടിരിക്കണല്ലേ. എന്റെ അവസ്ഥ നിനക്കറിയാലോ. ഒരു സമയം എടുക്കും. അതെ അതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാം. നിനക്ക് ഇത് കൂടെ എത്ര ലൈൻ ഉണ്ട്? എനിക്കിപ്പം 8. അയ്യോ, ഇന്നലെ വരെ 7 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ ഇങ്ങോട്ട് വന്നില്ലേ? നമുക്ക് പെണ്ണുങ്ങൾ വിളക്കി എത്ര സമയം വേണം? ഈ സമയം മതി. എന്റെ ട്രിക്കൊക്കെ പഠിച്ചത് നിന്റെ വൈഫ് പൊന്നെ പോലെ നിന്റെ കയ്യിൽ. അവളുടെ അടുത്തൊന്നും നടക്കൂല. നീ എടാ, നിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇല്ല. നിനക്ക് കള്ളത്തരം അറിയില്ല. അതറിയില്ല. എടാ, അല്പം സ്വല്പം കള്ളത്തരം വേണം. ഞാൻ നാളെ എവിടെ പോണെന്ന് അറിയാമോ? എവിടെ പോണത്? എവിടെ? ഗോവക്കല്ല, ഗോവയ്ക്ക്. ഗോവക്ക? ആരെ കൂടി? ഞാനും ഈ സ്മിതയും കൂടെ. എടാ, അപ്പൊ നിന്റെ വൈഫിനെ കൊണ്ടുപോകണല്ലേ? എനിക്കൊരു ഉമ്മോലും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ഇതാണ് കിട്ടാത്ത വൈഫിനെ. എന്നിട്ട് ഗോവയ്ക്ക് പോകുമ്പോ വൈഫിനെ കൊണ്ടുപോകണം. അത് ശരിയാണ്. ഞാൻ സ്മിതയും കൂടെ അവിടെ കിടന്ന് അടിച്ചങ്ങ് പൊളിക്കും. സത്യം. ഇപ്പൊ എന്റെ മനസ്സിൽ ഓരോ ശ്വാസത്തിലും സ്മിത മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് സ്മിത. എവിടെ? എന്റെ നെഞ്ചിലാണ് സ്മിത. എവിടെയാണ് സ്മിത? എവിടെ? എവിടെ? അവിടെ വൈഫ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിന്നതും പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്നിട്ട് എന്റെ നെഞ്ചിന് എന്റെ വൈഫ് മാത്രമല്ല. അന്ന് എനിക്ക് മനസ്സിലായി, എന്റെ ശ്വാസത്തിലും എവിടെ നോക്കിയാലും വൈഫ്. നിൽക്കുന്ന വൈഫ്. ഞാൻ ഒന്നും പറയില്ല. എന്താ ഞാൻ ഒന്നും പറയില്ല. ചേട്ടനെങ്കിലും പറ. എന്താ? ഞാൻ എന്ത് പറയണേ? മോളെ, എനിക്ക് എന്തോ അസുഖമുണ്ട് മോളെ. എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം. എനിക്ക് ഭയങ്കര സ്നേഹം. എന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞാ. എന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞു. ആ അസുഖത്തിന്റെ പേര് എനിക്കറിയാം. ഞാൻ പറയണോ? മോളെ, എത്രയും പെട്ടെന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. എന്തിനാട്ടാ? ചേട്ടന്റെ അസുഖം മാറാനോ? അയ്യോ, അസുഖം മാറാനല്ല. ഈ സ്നേഹം എന്നുള്ള അസുഖം കൂടായി എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം. ഭയങ്കര സ്നേഹം. ചേട്ടാ, ചേട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റു പോകുന്നു. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ചേട്ടൻ ഞാൻ പാൽപ്പായസം വെച്ചേ. പാൽപ്പായസം ഉണ്ടാക്കി തരണേ. പാൽപ്പായസം കൂടെ കുടിക്കണം. ദൈവമേ, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ പെണ്ണിനെ പോലെ അല്ല എന്റെ ഭാര്യ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നവും. എടാ, ഒരു പ്രശ്നമില്ലടാ. ഞാൻ പറയാം, ഞാനാണ് ചാറ്റ് ചെയ്തതെന്ന്. അപ്പൊ നീ രക്ഷപ്പെട്ടല്ല. അപ്പൊ ഞാൻ ഇത് മോശക്കാരനോ നീ ഡീസന്റ് ആവില്ലേ? ഒറ്റ ഡയലോഗ്. എന്നാലും അളിയാ, അല്ല, ഞാൻ തമാശ കടിച്ചു തന്നെ.
എന്നാലും അളിയന്റെ അഭിനയം കലക്കി. ഇവിടെ കമലാസനടക്കം തോറ്റു പോകൂല, അതേപോലെയല്ലേ നീ ഇവിടെ കാണിച്ചത്. പുള്ളിയുടെ അടുത്ത് എന്ന് പറയാൻ പുള്ളിക്ക് ഈ ഓടിക്കും. ഞാനിത് ട്രിക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ട്രിക്കാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ഇപ്പൊ അളിയൻ ഇവിടെ കളിച്ച സ്ക്രിപ്റ്റ് ഇല്ലേ, ഈ സ്ക്രിപ്റ്റ് നേരെ ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യയുടെ മുമ്പിൽ കാണിച്ചാലാ? ഐഡിയക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നീ നിനക്ക് പെർഫോം ചെയ്ത് നീ എന്റെ അത്ര ലൈഫില്ല എനിക്ക്. നിനക്ക് നിന്റെ ഭാര്യയുടെ മുമ്പിൽ കമലാസം കളിക്കാമെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു രജനീകാന്ത് കളിക്കാം. ഞാൻ പറയണ വേണ്ടെന്ന് ഉള്ളപ്പോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ പുതിയ ലവറില്ലേടാ അവളും ഞാനും കൂടി ഗോവയിൽ പോയി അടിച്ച് എന്തിനു വേണ്ടപ്പോൾ അവനെ അടിച്ചത്? ഇയാളെന്നെ ചതിക്കണേരുന്നില്ലേ? ഏതോ ഒരു പെണ്ണിന്റെ ഫോൺ നോക്കട്ടെ. മൊബൈൽ എടുത്തടാ. അയ്യോ, ഏതോ സ്മിത മെസ്സേജ് അയച്ചേക്കണേ. എന്നെ ചതിച്ചിട്ട് കിടന്നു. ഏതാണ് സ്മിത? സത്യം പറഞ്ഞോ? ആ സ്മിത പറഞ്ഞു കൊടുക്കടാ സ്മിത ആരാണ്. എടാ എന്തെങ്കിലും ഇത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞില്ല ഒറ്റ ഡയലോഗ് അത് പറയടാ. പെങ്ങളെ കേട്ടോ, അല്ല സത്യം പറഞ്ഞാലേ ഈ ആണുങ്ങളാകുമ്പോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ല ഈ മെസ്സേജ് സത്യം പറഞ്ഞാലുള്ള കാര്യം ഈ മെസ്സേജ് കയറി വന്നിട്ട് കഞ്ചാട്ടാന്ന് പറയല്ലേ. ഒരു ഒറ്റ ഡയലോഗ് മതി ഞങ്ങളുടെ കുടുംബം മാറി പറയാനായിട്ട്. നീ പറയടാ. എടാ പെണ്ണ് കേസ് പറയടാ. മനസ്സിലായില്ലേ? നിനക്ക് മുമ്പ് ഈ എടാ ഇവനല്ലേടാ ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നത്. നീ അല്ലേ ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നത്? എന്റെ ഫോൺ നോക്ക്, വല്ല ചാറ്റും ഉണ്ടോ? അത് നിന്റെ ഫോണ്. പിന്നെ എന്റെ ഫോണ് കാണട്ടെ. നോക്ക്, ഇത് നോക്ക്. എന്റെ അമ്മ, ഒരു പെൺകുട്ടി. അയ്യോ കാണാതെ ഒരു പെൺകുട്ടി അടുത്താണ് എങ്ങനെ പറഞ്ഞത്? ഞരമ്പാടാ നീ. പെണ്ണുമ്പിള്ള നോക്കണം. ഞാനല്ലടി, ഒരു കാര്യം ചെയ്യ്, നീ ഓടിച്ചെന്ന് ഏതെങ്കിലും മരത്തിനെ മുട്ടി ചെന്നിരി. ഇവിടെ ഒരു പെണ്ണുപിടി നിൽക്കില്ല. പൊക്കോ പെണ്ണുപിടിയൻ. പെണ്ണിന്റെ ഫോട്ടോ വന്നേക്കണ്. എന്തോന്ന്? ഒരു പെണ്ണിന്റെ ഫോട്ടോ വന്നേക്കണതില്. ഞാൻ ചോദിച്ചാണ് ഞാൻ ഡ്രസ്സാണ് ഇട്ടിരിക്കാണ്. ഞാൻ ഉള്ള ഒരു പെണ്ണുങ്ങൾ നോക്ക്, നിന്റെ കെട്ടിയവന്റെ കൂടെ ഒരു പെണ്ണ് നിക്കണ ഫോട്ടോ. പോയിട്ട് ഞാനുള്ളപ്പം ഒരു പെണ്ണുങ്ങളെ വഴിയാ തരോ ഞാൻ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാന്ന്? അവൾ എന്തിനാളിയ ഫോട്ടോയും കൂടെ വെച്ച് അയച്ചാ? അത് അവിടെ നോക്കി പറയടാ. അയ്യോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാന്ന്? മോളെ മതി കേട്ടോ, നിങ്ങളുടെ കള്ള സ്നേഹം മതി. എടി ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കൂല. എടി ഒന്ന് പറയുന്നത് കേൾക്കേ. പറയണ്ട. മിസ്റ്റർ കമലാസനൻ, നിന്റെ ജീവിതം പൊളിഞ്ഞ്. ടേക്ക് ഓഫിൽ നീയായിരുന്നു നായകൻ, പക്ഷെ ഇന്റർവെല്ലിൽ നീ വില്ലനായി. ഇനി ക്ലൈമാക്സിൽ ഞാനാണ് ഹീറോ. ഉള്ളപ്പോ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ തെറ്റുകാരനല്ല. അവനാണ് ഈ കണ്ട ചാറ്റുകളൊക്കെ ചെയ്തിരുന്നത്. ഇനിയെങ്കിലും ഞാനൊന്ന് തൊട്ടോട്ടെ. എന്റെ പൊന്നേ, എന്റെ പൊന്നോ, നീ എന്റെ കുടുംബജീവിതം തകർത്തിട്ട് നീ അങ്ങനെ സൂചിച്ച് ജീവിക്കാതെ വിചാരിക്കണ്ട. നീ എനിക്ക് ജീവിതമില്ല. ഞാൻ കാരണം എന്റെ കുടുംബം നശിച്ചു, എന്റെ ഫാമിലി നശിച്ചു. അതിന് ഇനി ഞാൻ ജീവിച്ചിരിക്കല്ലോ. ഞാൻ അങ്ങനെ ചെയ്യല്ലേ. എന്ത് കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫീലിംഗ് ആവൂലേ? എനിക്ക് ഫീലിംഗ് ആയ? പിന്നെ എനിക്ക് ഫീലിംഗ് ആയില്ല. നീ എന്റെ കൂട്ടുകാരനല്ലേടാ. എനിക്ക് ഫീലിംഗ് ആയ? പിന്നെ ആയില്ലേ? സത്യമായിട്ട് ഫീലിംഗ് ആയി. ഇതാണ് അടുത്ത ട്രിക്ക്. ഇത്രയായിട്ട് നീ ട്രിക്കേന്ന് വിട്ടില്ല അല്ലേ? അതല്ലടിയാ, ഇനിയിപ്പോ വീട്ടിൽ കയറണമെങ്കിൽ അവളെന്നെ കൊല്ലും. അപ്പൊ നീ എന്തായാലും പറയണം, ഞാൻ ഇതിനകത്തോട് മരിച്ചെന്ന് പറയണം. നീ മരിച്ചിട്ടില്ല. എടാ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കണം. ഞാൻ ഇതിനകത്തോട് മരിച്ചെന്ന് പറയണം. അപ്പൊ എന്റെ വൈഫ് ഇവിടെ ഒന്ന് പറയാം, ചേട്ടാ എന്തിനേട്ടാ മരിച്ചത്? ചേട്ടാ ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നല്ലോ ചേട്ടാ എന്ന് പറയും. നിന്നോട് പറയൂ, എന്നോട് പറയൂ, പറയൂടാ. അപ്പോഴും ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെടും. സത്യം പറഞ്ഞ ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഞാനിവിടെ ഒളിച്ചിരിക്കും, വൈഫ് വരുന്നു, നീ പറയുന്നു മരിച്ചെന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ, ധൈര്യമായിട്ട് വെക്കൂ. ഓക്കെ ഓക്കെ. ഓടി വരണേ നിങ്ങൾ ഇതവിടെ പോയി കിടക്കുന്നു. എന്റെ അമ്മാവ ഇതല്ലേ കൊടൈക്കനാല്? എടോ പ്രാന്ത, ഇതാണ് കൊടൈക്കനാല്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വന്നപ്പോ ഒരു കൊട കൊണ്ടുവന്നില്ലേ, അതപ്പുറം കനാലിൽ പോയത് അടുക്കാൻ വേണ്ടി പോയിരുന്നു. അമ്മാവ നമ്മുടെ അരൂപ ഈ കുഴിയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത്. നമ്മൾ അരൂപ
അതിനകത്ത് പോയാ? ആ, ഇവിടെ. അനുവേ, ഇനി വീട്ടുകാർക്ക് എന്തോ സമാധാനം പറയും. അയ്യോ ഈ ഇടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. ആരിലും വന്ന് ചോദിച്ചാ ഒന്നും പറയണ്ട കേട്ടാ. ഇല്ലല്ലേ അവന്റെ ഭാര്യ വരുന്നത്. എന്താ നിസാര കേസല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പറഞ്ഞു തീർക്കാറുന്നില്ലേ? അല്ലെങ്കിൽ ഇവനിപ്പോ ആ കുഴിയിൽ എടോ ഒന്നാമത് ഇപ്പൊ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. കൊച്ചു പെണ്ണാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ഹൃദയസ്തംഭനം വരും. എന്താ മാമ? മക്കളെ വേറൊന്നുമില്ല, നിന്റെ ഭർത്താവിന്റെ വരയും കാരണം ഈ തെണ്ടി അവനെ തല്ലേക്കൊന്ന് കുഴിച്ചു മുടിയാ കുഴിക്കാത്തിട്ട്. ഭാഗ്യം ജയിലിൽ പോയെന്ന് രക്ഷപ്പെട്ടല്ലോ. മക്കളെ അവൻ ഇടക്കിടക്ക് വിരുവിരിപ്പ് പോലും അങ്ങനെ പറ്റിപ്പോയാണ്. യോ മിണ്ടല്ലേ. എന്താടി എന്താ ഒരു ഒച്ചയായിട്ടത്? ഒന്നുമില്ല 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 വലിയൊരു ബഹളം കണ്ടത് ഒന്നുമില്ല. എന്താ മാമ കാര്യം പറ മാമ. ഒന്നുമില്ല മക്കളെ, നിന്റെ ഭർത്താവിനുള്ള വൈരാഗ്യം കാരണം ഇവിടെ അവനെ തല്ലിക്കൊന്നാണ്ട് കുഴിക്കാത്തോണ്ടിട്ട്. എന്തിനാണ് ഈ ദുഷ്ടത്തി എന്റെ ചേട്ടനെ നീ തല്ലിക്കൊന്നതിനോട്ടിട്ടത്? എവിടെ മാമൻ? അതിനകത്ത് എവിടെ? എന്റെ ദൈവമേ, ശിവചേട്ടാ, ശിവചേട്ടാ. ഇങ്ങനെ കിടന്ന് വിളിച്ച കാണാൻ പറ്റോ? ചെന്ന് അന്വേഷിച്ചു നോക്ക്. മക്കളെ നിനക്ക് ഭ്രാന്താണ് ലെടി. നീയാണ് എല്ലാവരും കൊന്നത്. സത്യം പറ, നീ എന്നെ കൊന്നത്. നീ ഇല്ലേ കൊന്നത്? അയ്യോ ഇവള് എന്നെ കൊല്ലുമല്ല. എഴു രാക്ഷസി, എന്നെ ഞാൻ കൊല്ലൂടി രാക്ഷസി. എടാ നീ വന്നാ, നീ അറിഞ്ഞ നിന്റെ കൂട്ടുകാരൻ ശിവ പോയി, അതിന്റെ പുറകെ അവന്റെ ഭാര്യ പോയി. ഇപ്പൊ നീ അവിടെ വന്നത്? ചേട്ടാ ഇതിനകത്ത് വീണില്ലേ? വീണ്. നീ ചത്തില്ലേ? പിന്നെ നീ എങ്ങനെ ഇവിടെ വന്ന്? അതുവഴി വന്നു. അപ്പുറത്തൂടിയാ? അപ്പൊ രക്ഷപ്പെട്ട്. ചാടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ വേറെ വാതിലുണ്ട്, വരാം, എളുപ്പമുണ്ട്. എന്താ നീ എന്നോട് പിണങ്ങിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ നീ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു പ്രാങ്ക് കാണിച്ചേണ്ടേ. കാണിച്ചല്ലേ? എടാ നിനക്ക് പ്രാങ്ക്, എനിക്ക് ഭ്രാന്ത്. നീ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? നിന്റെ കൂട്ടുകാരനകത്ത് പോയി ചെന്ന് അന്വേഷിച്ചാ. അയ്യോ ആസൂത്രിത കൊലപാതകം. 3 വരെ തല്ലിക്കൊന്ന് ആത്തിട്ടിട്ട് സ്വയം ആത്മഹത്യ ശ്രമിക്കുന്നു. എടീ ദുഷ്ടേ, ഇനി ഇവിടെ സേഫ് അല്ല. നീ എന്നെയും കൊല്ലം. നിനക്ക് ഭ്രാന്ത് മൂത്തം തോന്നുന്നു. പിന്നെ അല്ലാതെ അത് അങ്ങോട്ട് പോയി കൊച്ചേ. കേറി നോക്ക്, വഴിക്കലൊക്കെ ഉള്ളതാണ്, പാറയാണ്. കണ്ട കണ്ട വിളി. ഇങ്ങനെ കിടന്ന് വിളിച്ച ചേട്ടക്കാരി വരോ? അങ്ങോട്ട് പോയി അവനെ കൂട്ടിക്കൊണ്ടു പോവാ. ചെല്ലങ്ങോട്ട്. ദൈവമേ. ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? ആ, കുറെ പേര് ഇവിടെ ഗുണാഗുഹയ്ക്കകത്ത് പോയിട്ടുണ്ട്. പെട്ടെന്ന് വന്ന് രക്ഷപ്പെടുത്തണേ. ഓക്കെ, ആ വാ വാ. അയ്യോ എന്താ പണിയാണോ കാണിച്ചത്? സാർ ആസൂത്രിത കൊലപാതകം. ഒരു സ്ത്രീ 3 കൊന്ന് കുഴി തള്ളിട്ട് സ്വയം ആത്മഹത്യ ചെയ്തു സാർ. ഞാനല്ലോടോ അവരെ മുഴുവൻ അതിനകത്ത് കൊടുത്താൽ കിട്ടത്. സാറ് കണ്ട? ഞാൻ കണ്ടു. ഞാനേ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പൊ വരും. തന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോക്കോ. പോലീസ് വരുന്നുണ്ടോ? അറസ്റ്റ് ചെയ്യാൻ പറ്റും. അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നെ പിടിക്കാൻ പറ്റൂല. ഞാൻ സ്വയം കീഴടങ്ങിയല്ലോ. പിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചുള്ള കാര്യമുള്ളൂ. സൗണ്ട് കേൾക്കണേ. പോലീസുകാർ വരുന്നതാണ്. പോലീസുകാർ വരുമ്പോഴത്തേക്ക് നിന്നെ അയ്യോ കൊലപാതകി, കൊലപാതകി. 4 വരെ കൊന്ന് കുഴിച്ച കുഴിയിലിട്ടിട്ട് ഇവിടെ അട്ടഹസിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഇവരെ തൂക്കിക്കൊള്ളണം സാർ, തൂക്കിക്കൊള്ളണം. എടാ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ നിയമമില്ല, രക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. അതേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ആണാ? രക്ഷിക്കാൻ പറ്റൂലേ? ഇല്ല, രക്ഷിക്കാനേ പറ്റുള്ളൂ. രക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാ ഞാൻ സത്യം പറയാം. എന്താ ഈ 4 വരെ കുഴി തള്ളിയിട്ട് ആരെന്ന് അറിയാവോ? ആര്? ഞാനാ. തള്ളിയിട്ട് എങ്ങനെ തള്ളിയിട്ടെന്നോ? ഞാൻ കാണിച്ചത് ഇതുപോലെ തള്ളിയിട്ട്. സാറേ 4 പേര് ഗുഹയെ വീണത് കണ്ടിട്ട് പുള്ളി ആകെ പാനിക് അടിക്കുക. നമുക്ക് അതുകൊണ്ട് ഇവരെ രക്ഷിക്കാം. സാറേ ഇങ്ങനെ വലിച്ചാ രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. കുട്ടേട്ടാ ലൂസടി. 4 പേര് ചാവാൻ കിടക്കുമ്പോ നമുക്ക് ജ്യൂസ് കുടിക്കട്ടെ. ജ്യൂസ് അടിയടാ ലൂസ്. അയ്യോ 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 അമ്മ എന്തോന്ന് മനുഷ്യനെ പ്രസവിക്കുന്ന ഗുഹയെ
അയ്യോ അയ്യോ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ ചാകാൻ ഈ സ്ഥലമേ കണ്ടുള്ളൂ ഞങ്ങളെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. എന്റെ സാറേ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അവനാ. ഇവനാ? പിന്നെ അവന്റെ ഒരു ട്രിക്ക്. എന്റെ പൊന്നു സാറേ, അവന്റെ സ്വന്തം ഭാര്യനെ ചതിച്ചുകൊണ്ട് അവൻ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ചാറ്റ് ചെയ്യായിരുന്നില്ലേ? ആണോ? അവൻ ഒറ്റൊരുത്തൻ കാരണം ഇതൊക്കെ കൂടെ നടന്നത്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭാര്യമാരെ വിട്ടിട്ട് മറ്റുള്ളവന്റെ ഭാര്യയുടെ പുറകെ പോകുന്നതേ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. എടാ നമ്മക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാര്യമാർ ജീവിക്കുന്നത്. എടാ അവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിരിക്കണം നമ്മൾ, കേട്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് തന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ ചെന്ന സമയത്താണ് ഇവിടെ അപകടം നടക്കുന്ന കോൾ വന്നത്. അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. അവളടുത്ത് ഒരു വിഷത്തോളം ഞാൻ പറഞ്ഞില്ല. എടാ ഒരു കാര്യം ചെയ്യും, അവൾ വിളിച്ച് വിഷ് ചെയ്യാം. ആ ഫോണിൽ കിട്ടാ, എന്റെ ഫോൺ എന്റെ ഇല്ല. എടാ ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ നേരം നിന്റെ തന്നില്ലേ ഫോൺ? ആ ഞാൻ ചേച്ചിനെ കൊടുത്തില്ലേ? ആരില്ലേ? സാറിന്റെ ഭാര്യയില്ലേ? ശോഭയില്ല. ഓ എടാ നാളെ എടാ ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ നിന്ന് കയറോടാ? ഈ മഞ്ജു സുമയ്ക്ക് ഇപ്പൊ ആ ഫോണിനകത്ത് വിളിച്ചു കാണും. എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങോട്ട് പോകും മാമ? ഞാനിനി എങ്ങോട്ട് പോകും മാമ? പറഞ്ഞു ഞാനിനി എനിക്ക് വീട്ടിൽ നിന്ന് കയറാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ട് പോകും മാമ? നോക്കണ്ട, താഴോട്ട് വയ്ക്കോ. ദേഹത്തും കുട്ടി പട്ടങ്ങൾ പോലെ പട്ടം കിട്ടാതെ